ഉറക്കത്തിരുത്തി പാട്ടും പാടി സ്കൂളിലും കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്ന് ഒരമ്മയുടെ മോനൊന്നുമല്ല. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. ഒന്ന് കട്ടിയാവും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വണ്ടിയും വിളിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇന്നും ഞാൻ ഉർവശി ചേച്ചിക്ക് എള്ളുണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവ എന്തുകൊണ്ട് എള്ളുണ്ട് കൊടുത്തിട്ട് കാണിക്കുന്നതെന്നല്ലോ, നീ കൊടുത്ത് കാണിക്കടേ. പട്ടിയെ വാങ്ങിക്കുമ്പോഴും വിഷ്ണു നമ്മുടെ ബ്ലഡ് നോക്കിയില്ലേ വാങ്ങിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി സ്നേഹമാണ് നോക്കുന്നത്. അമ്മയുടെ മുലപ്പാലും തേങ്ങാപ്പാലും കുടിച്ച് വളർന്ന ഞാൻ ഒട്ടകപ്പാലിനെ ഈത്തപ്പഴത്തിനെ പറ്റി പറയണം. കപ്പലണ്ടിക്കുള്ള ഗുണം വിട്ടിട്ടാണ് അവക്കാടോടെ പിറകെ ഓടുന്നത്. പരിപ്പ് കറിക്കകത്ത് അല്പം ചുറിയണം ചേർത്ത് പാചകം ചെയ്ത് കഴിച്ചാൽ നല്ല പാലക്ക് ഡാൽ പാലക്ക് കഴിക്കുന്നതാണെങ്കിൽ വൺസ് യുവർ പ്ലേറ്റ് ഇസ് ഡിഫൈൻഡ് യുവർ ഫെയ്റ്റ് ഇസ് റിഫൈൻഡ്. കൈ കഴുകാൻ പോലും അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർ നാരങ്ങ ഇട്ട വെള്ളത്തിനകത്ത് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് വിരലിട്ടുന്ന തേച്ചുകൊണ്ടിരിക്കുന്നത്. ആസനം കഴുകാൻ തലയെഴുത്തില്ലാത്തവന്മാരുടെ രാജ്യങ്ങളാണ്. 10 തലമുറയ്ക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഞാനടുത്ത് തിരിച്ചു വെച്ച് അത് തിന്നാൻ തലമുറ വേണ്ടേ. ടിനിച്ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത ചങ്കാണ്. ടിനിച്ചേട്ടൻ ഞാൻ ഇനിയും വിളിച്ചിരുത്തി വാരി കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഞാൻ അമ്പിളിയമ്മാനെ നോക്കി കുറയ്ക്കുന്ന പട്ടിയെ ഞാൻ കല്ലെറിയാൻ പോയിട്ട് കാര്യമുണ്ടോ? അമ്പിളിയമ്മാൻ്റെ പണിയെടുത്ത് പോയിക്കൊണ്ടിരിക്കും. ഞാൻ വിഷ്ണുവിന് വാരി തരുന്ന ഒരു കൂടപ്പറപ്പിനെ കണക്ക് അല്ലാണ്ട് ഞാൻ എൻ്റെ പട്ടിഷോ കാണിക്കാനല്ല. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മിനിമം 2000 അമ്മമാരെങ്കിലും ഞാൻ ഈ പറഞ്ഞ നെപ്പോട്ടിക് കിഡോ പൊളിറ്റിക്കൽ കിഡോ ഒന്നുമല്ല. പാവപ്പെട്ടൊരു കൊപ്ര കച്ചവടക്കാരൻ്റെ കൊച്ചുമോനെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ആഹാരം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ മരുന്ന് കഴിക്കേണ്ട എന്ന വിധത്തിലൊരു പ്രയോഗമുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ആ വിധത്തിൽ മലയാളിയുടെ ആഹാരത്തിലെ മരുന്നിൻ്റെ സാധ്യതകളെ കേരള സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ വിപുലീകരിക്കാം, എങ്ങനെ പ്രസിദ്ധപ്പെടുത്താം എന്നതിൻ്റെയൊക്കെ ശ്രമങ്ങൾ നടത്തുന്ന ഒരാളാണ് ഷെഫ് നളൻ. അദ്ദേഹമാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയ ഓൺലൈനിൽ. നമസ്കാരം. നമസ്കാരം. ഈ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നീട് മരുന്ന് കഴിക്കേണ്ട, അല്ലെങ്കിൽ ഇതിന് വിപരീതം ചെയ്താൽ ആഹാര കണക്കെ മരുന്ന് കഴിക്കണം, അതിനിപ്പോഴും പ്രസക്തിയുണ്ടോ? ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം ജീവൻ നിലനിർത്തണമെങ്കിൽ അല്ലേ, ആഹാരം ഔഷധപൂർണമായി കഴിച്ചാൽ ഔഷധം തന്നെ ആഹാരമല്ലേ. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് അവൻ ഇമ്മോർട്ടൽ ആണെന്നുള്ളതാണ്. നോബഡി ഈസ് ഇമ്മോർട്ടൽ. മേലോട്ടെടുക്കുന്ന ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ തീരാം ജീവിതം. ദാറ്റ്സ് എ ഷോർട്ടസ്റ്റ് വേ ഓഫ് എക്സ്പ്ലെയിനിങ് ലൈഫ് അല്ലേ. മേലോട്ടെടുത്ത ശ്വാസം നമുക്ക് ജീവിതം എന്ന സാഗരമൊഴിയിൽ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാം. ഇത് തിരിച്ചു വന്നില്ലെങ്കിൽ തീർന്നു. കറക്റ്റ് അല്ലേ വിഷ്ണു? അപ്പം അടിസ്ഥാനപരമായി നമുക്കിത് നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇതിൻ്റെ വിസ്മയം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം വിഷ്ണു എന്ന ഇതൊരു വിസ്മയമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. യെസ് ഓർ നോ? യു ആർ എൻ ഇൻക്രെഡിബിൾ ബ്ലെസ്സിങ് അല്ലേ, ഇൻക്രെഡിബിൾ ക്രിയേഷനാണ്. ഇന്നത്തെ AI കാണുമ്പോൾ തന്നെ നമ്മൾ വാവ് എന്ന് പറയാം. അപ്പം എനിക്ക് വിഷ്ണുവിനെ പോലെ വേറൊരു മോഡൽ ഇല്ല. ഇനിയിപ്പം വിഷ്ണുവിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും there is nothing such as a recreation of Vishnu. Yes or no? Cloning ഉണ്ട് അവിടെ. End of the day it is not exact copy of what it is. Very much. Original is always original. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയെ എന്തുമാത്രം വിഷ്ണു ഓണർ ചെയ്യുന്നു എന്നുള്ളിടത്താണ് വിഷ്ണുവിൻ്റെ ലൈഫിൻ്റെ മാജിക് ഇരിക്കുന്നത്, ഞാനല്ലല്ലോ. സോ ഹൗ മച്ച് ഡു യു ഇവാലുവേറ്റ്, ഹൗ മച്ച് ഡു യു വാല്യൂ യുവർ ക്രിയേഷൻ? താങ്കൾ എത്ര മിനിറ്റ് കണ്ണാടി നോക്കുന്നുണ്ട്, എത്ര മിനിറ്റ് താങ്കളോട് സംസാരിക്കുന്നുണ്ട്, താങ്കളുടെ ഫുഡ് പ്ലാനിനെ പറ്റി താങ്കൾ എന്തുമാത്രം എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്, താങ്കളുടെ ഗട്ട് എന്ന് പറയുന്നതിനെ താങ്കൾ എന്തുമാത്രം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, താങ്കൾ ആർക്കമിഡീസ് പ്രിൻസിപ്പിളും കോസ് തീറ്റയും ടാൻ തീറ്റയും അല്ലേ, നമ്മുടെ സ്വന്തം തീറ്റയെ പറ്റിയല്ലേ ആദ്യം പഠിക്കണ്ടേ? ശരിയല്ലേ? ശരി. ഒരു മൊഴിയാട്ടം ഉണ്ടല്ലോ ഇപ്പോൾ ഏതെങ്കിലും ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ്. ആ ഒരു മേക്ക് ബിലീഫ് പലപ്പോഴും ഒരുപാട് രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല എന്നുള്ളൊരു വശം എനിക്ക് ചോദിക്കാറുണ്ട്. സോ ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകൾക്ക് എള്ളുണ്ട കൊടുക്കുന്നു. അതുകൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവരോട് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾ കഴിച്ചിട്ടുള്ള ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല എള്ളുണ്ടയാണ്, ഇതുപോലെ ഇത്രയും ടേസ്റ്റുള്ള എള്ളുണ്ട നിങ്ങൾ കഴിക്കാൻ വഴിയില്ല. ഇങ്ങനെ പറയുന്നത് വഴി, അങ്ങനെ ഒരു മേക്ക് ബിലീഫ് ഉണ്ടാക്കുന്നത് വഴി കുറച്ചുകൂടി മാർക്കറ്റിംഗ് സാധ്യത എളുപ്പമാവുന്നില്ലേ? അടിസ്ഥാനപരമായി വേർഡ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആണ് അല്ലേ. സ്പെൽ
മാജിക് സ്പെൽ, എന്തിനേയും നല്ലതായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഔചിത്യ ബോധം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പം നമ്മളൊരു എള്ളുണ്ട കൊടുക്കുമ്പോൾ ആ എള്ളിൻ്റെ ബാക്കിൽ എന്തുമാത്രം ഞാൻ ഹോംവർക്ക് ചെയ്തു. ഉസൈൻ ബോൾട്ട് 2 മിനിറ്റ് ഓടിയതേ വിഷ്ണുവിന് അറിയാവും. ഞാനത് കോൺഫിഡൻറ്റോടുകൂടി ഒരു മീഡിയ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉള്ളിടത്ത്, മീഡിയ എടുത്താ പറയുന്നത്, അവരെൻ്റെ അടുത്ത് ചങ്ക് പറിച്ച് നിന്ന് എന്നെ സ്നേഹിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ നെപ്പോട്ടിക് കിഡോ പൊളിറ്റിക്കൽ കിഡോ ഒന്നുമല്ല. പാവപ്പെട്ടൊരു കൊപ്ര കച്ചവടക്കാരൻ്റെ കൊച്ചുമോനെ. മനസ്സിലായില്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിന് ഞാൻ ആ എള്ളുണ്ട തരുമ്പോൾ, ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ വിഷ്ണുവിനും ആ എള്ളുണ്ട തരും, തേങ്ങാപ്പീരയിട്ട് ആ എള്ളുണ്ട തരും. ആ എള്ളുണ്ട കഴിച്ചിട്ട് വിഷ്ണു പറയണം, ഇതിനെക്കാട്ടിയും ബെസ്റ്റ് എള്ളുണ്ട ഞാൻ കഴിച്ച ദിവസം ഉണ്ടായിരുന്നു, അത് ഇന്ന ആളുടെ കയ്യിലാണ്, ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ അവിടെ പോയി എള്ളുണ്ട ഇന്നസെന്റ് പറഞ്ഞാണ്, എൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ വരും. ആ കോൾ എടുക്കാൻ ഞാൻ റെഡിയാണ്. ബിക്കോസ് വൈ ഐ ഡു മൈ ഹോംവർക്ക് വെരി വെൽ. ഞാൻ എൻ്റെ എള്ള് കഴുകി ഉണക്കി മുളപ്പിച്ച് ഇതെല്ലാം പ്രോസസ്സാണ്. അത് നുറുക്കി ഞാൻ യൂണിറ്റിൽ നിന്ന് കോട്ടയത്ത് എത്തിച്ച് അതിനകത്ത് ഞാൻ നാടൻ ശർക്കരയും നാടൻ കരിപ്പട്ടിയും ചേർത്തിടിച്ച് അത് ചുമന്ന് താങ്കൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരുമ്പോൾ അത് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കണം, ഇല്ല വേൾഡിലെ ബെസ്റ്റ് ആയിരിക്കണം. നിർബന്ധ ബുദ്ധിയുണ്ട്. അതെ, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം 1000 റെസിപ്പി അറിയാവുന്നവനെ എനിക്കൊരു പേടിയില്ല. എനിക്ക് ഒരു റെസിപ്പി 1000 വട്ടം അടിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നവരെ എനിക്ക് പേടിയാണ്. താങ്കൾ ഇപ്പോഴും സംസാരിച്ച എൻ്റെ ഒരു എള്ളുണ്ടയെ പറ്റിയാണ്. ഇന്നും ഞാൻ ഉർവശി ചേച്ചിക്ക് എള്ളുണ്ട കൊടുത്തിട്ടാണ് എവിടെ വന്നിരിക്കുന്നത്. ചേച്ചി എന്ത് പറഞ്ഞു? Of course. She is coming to talk to me. And, is she flattered? Of course. Joshi Chetan got flattered and gave me a call. Nice. And yeah, these are blessings actually. എന്നെ സംബന്ധിച്ചിടത്തോളം yes, I am super excited. Why can't I be? അല്ലേ? ഇവൻ തോടെ എള്ളുണ്ട കൊടുത്തിട്ട് കാണിക്കുന്നതെന്ന് നോക്കുമോ? നീ കൊടുത്ത് കാണിക്കടേ. വിനയം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ പോലും ഞാനൊരു കൊപ്ര കച്ചവടക്കാരൻ്റെ കൊച്ചുമകനാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഒരു എയർപോർട്ടിന്റെ മുഴുവൻ ഗവേണൻസ് നോക്കിയിരുന്ന ഒരു അച്ഛൻ്റെ മകനാണെന്ന് ബോധവും പറയുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഈ വിനയം എത്രമാത്രം കലർപ്പില്ലാത്തതാണ്. ജെനറ്റിക്സ് അല്ലേ ബേസിക്കലി. നമ്മൾ മണി മേക്സ് യു റിച്ച് എന്നാ വിഷ്ണു, ബ്ലഡ് മേക്സ് യു റോയൽ. ഷോ ദ ക്വാളിറ്റി ഓഫ് യുവർ ബ്ലഡ്, നോട്ട് യുവർ മണി. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രക്തത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പട്ടിയെ വാങ്ങിക്കുമ്പോഴും വിഷ്ണു നമ്മൾ ബ്ലഡ് നോക്കിയല്ലേ വാങ്ങിക്കുന്നത്, അല്ലേ? ബ്ലഡ് ലൈൻ, ബ്രിട്ടണിൽ നിന്ന് വന്ന ബ്ലഡ്. ഞാൻ കുറച്ചുകൂടി സ്നേഹമാണ് നോക്കുന്നത്. അത് ക്വാളിറ്റിയാണ് ബേസിക്കലി. ചിലത് നമ്മൾ എത്ര വളർത്തിയാലും ചാടിപ്പോക്കളയും. പക്ഷെ നല്ല തന്തയ്ക്ക് പറഞ്ഞ ക്വാളിറ്റിയുള്ള ബ്ലഡ് ലൈനിലുള്ള ആണായാലും പെണ്ണായാലും ഡോഗായാലും ഹോസായാലും എന്തായാലും, നമ്മൾ ആനിമലിൻ്റെ കാര്യത്തിൽ ഇത്രയും ജെനറ്റിക്സ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യത്തിൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യാം, നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. എല്ലാം പഠിച്ചൊന്നും ആരും വരുന്നില്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, പെഡിഗ്രിയെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിനയം ഉണ്ടല്ലോ, അത് വിനയമല്ല, അത് ഫാക്റ്റാണ്. ഐ ലവ്. കാരണം ഇന്നും പലരും എൻ്റെ അടുത്ത് തേങ്ങാപ്പാല്, കൊപ്ര, ഈ പറയുന്ന ആളൊക്കെ കാന്താരി മുളക്, കരിവേപ്പില. എൻ്റെ സിമ്പിൾ ചോദ്യം, അമ്മയുടെ മുലപ്പാലും തേങ്ങാപ്പാലും കുടിച്ച് വളർന്ന ഞാൻ പിന്നെ ഒട്ടകപ്പാലിനെ ഈത്തപ്പഴത്തിനെ പറ്റി പറയണം. അപ്പോൾ എൻ്റെ ക്വാളിറ്റി, ഞാൻ ബിലോങ്ങിങ്നെസ് ആണ്. എനിക്ക് 4, ഇപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേ, മുരളീധരൻ. അച്ഛൻ്റെ പേര് അപ്പു. അതിൻ്റെ അച്ഛൻ്റെ പേര് ഗോവിന്ദൻ. അതിൻ്റെ അച്ഛൻ്റെ പേര് അറിയില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ 4 തന്തമാരുടെ പേര് ഡയറി കൊണ്ട് കിടക്കാത്ത നമ്മളാണ് ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിച്ചോളൂ. എന്നെ സംബന്ധിച്ചോളം അറിയാവുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛനെയാണ്. അത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു തെറ്റ് പറ്റാൻ പാടില്ല. സ്റ്റാമ്പിങ് കൂടി ഉണ്ട് അവിടെ, അല്ലേ? ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകനും ഇത് കണക്ട് ചെയ്യും. അവനെന്തായാലും 4 തന്തമാരിൽ അത് ലിമിറ്റ് ചെയ്യരുതെന്നുള്ളൊരു ആഗ്രഹം, അല്ലേ? നമ്മൾക്ക് എന്താ പറ്റുന്നത്? നമുക്ക് ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മളെ ജനറേഷന് നമ്മളൊരു ട്രഡീഷൻ പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തേങ്ങ കൊണ്ട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഞാൻ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? അല്ല, അത് ക്രിയേറ്റ് ചെയ്യാൻ അപ്പുറത്തെ സൈഡിൽ ആളുകളുണ്ടല്ലോ, ഏഷ്യയിൽ തന്നെ. ഞാൻ മറ്റൊരു വശത്തേക്ക് ചോദിച്ചോട്ടെ. ഇപ്പം ഈ തേങ്ങ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇപ്പം ഹെൽത്ത് സൈഡ് വെച്ച് നോക്കുമ്പോൾ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിൽ വെളിച്ചെണ്ണയേക്കാൾ മുകളിലാണ് ഒലീവ് ഓയിൽ. അപ്പോൾ ഈ വെളിച്ചെണ്ണ എങ്ങനെയാ റെസ്പോൺസിബിളി പ്രൊമോട്ട് ചെയ്യാനാണ്? അടിസ്ഥാനപരമായി താങ്കൾ ഏത് മണ്ണിൽപ്പെട്ടവനാണ് എന്നുള്ളതാണ്. കൾച്ചറലി സ്പെസിഫിക് ആണ്. You have to respect your cultural taste. Olive is not my culture, part of my culture. എൻ്റെ സ്കിൻ, എൻ്റെ ഹെയർ,
എൻ്റെ ലുക്ക്, എൻ്റെ ഗട്ട്, ഇതെല്ലാം ലവ് ചെയ്യുന്നത്. എൻ്റെ ഓരോ സെൽസ് 70 ട്രില്യൺ സെൽസ് അല്ലെങ്കിൽ 60 ട്രില്യൺ സെൽസ്. കാരണം യു ആർ 60% ബാക്ടീരിയ ആൻഡ് 40% human. That's a human body. You got my point. So this 60% is not worried about Archimedes or Microsoft or Bill Gates. This 60% is only worried about the vitamins and minerals. അല്ലേ, എന്താണ് താങ്കൾ ബോഡിയിൽ ഇൻജെക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഐ എം ബോതേർഡ് അബൌട്ട് ദെം, that they will take care of my 40%. So അവർക്ക് ഇഷ്ടം എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, കടുമാങ്ങ അച്ചാർ, നല്ല കട്ടത്തൈര്, ചെറിയ ഉള്ളി, കാന്താരി മുളക്, ഇതൊക്കെ ഞവടിയിട്ട് ഉണക്ക മീനും ചുട്ട പപ്പടവുമായിട്ട് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ വായിക്കൂടെ വെള്ളം വരും. സായിപ്പിന് വരത്തില്ല. ബിക്കോസ് ദാറ്റ് 60% പീപ്പിൾ ഓർ ദാറ്റ് 60% ഓഫ് യുവർ ബാക്ടീരിയ is not listening and doesn't understand. പക്ഷെ ഞാൻ അവിടെ ഇന്ററപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വശം എന്താ വെച്ചാൽ, ഇപ്പം മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള, നമ്മുടെ മൊബിലിറ്റിക്ക് ആവശ്യമുള്ള, നമ്മുടെ മസിൽ ഗ്രോത്തിന് ആവശ്യമുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, പ്രോട്ടീൻ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഫുഡ് മെനുവിലോ അല്ലെങ്കിൽ വളരെ കാഷ്വലി പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാളിയുടെ ഭക്ഷണശീലം എത്രമാത്രം ആരോഗ്യപൂർണ്ണമാണെന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് രാവിലെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിന് മുകളിൽ കുറച്ച് പുട്ടിൻ്റെ പൊടി വെച്ച് ഒരു പഴം എടുത്ത് ആ പഴം ഇതിൽ മിക്സ് ചെയ്ത് ഞവടി കഴിച്ചാൽ അത് ഏറ്റവും ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ അവിടെ പ്രോട്ടീൻ ഇല്ലല്ലോ. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മൾ എങ്ങനെ സോഴ്സ് ചെയ്യണം? ബേസിക്കലി ഓരോരുത്തരുടെയും ജോബ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഫുഡ് ഡിസൈൻ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോട്ടീൻ എത്രമാത്രം വേണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വെജിറ്റബിൾസ് അഥവാ നോൺ വെജ് എന്ന് പറയുന്നത്, ഈ വെജ് എന്ന് പറയുന്നത് സാത്വിക് ഫുഡിൽ വരുന്നുണ്ട് കാറ്റഗറിയാണ്. ഈ സാത്വിക് ഫുഡുകളിൽ മരങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് ക്യാൻസർ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല, മൃഗങ്ങൾക്ക് വന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ നീ എന്ത് കഴിക്കുന്നു അതാണ് നീ. അടിസ്ഥാനപരമായി എൻ്റെ ബോഡിയിൽ ഇപ്പോൾ കാൽസ്യം കൂടുതലായിരിക്കാം, എൻ്റെ ബോഡിയിൽ ചിലപ്പോൾ അയേൺ കൂടുതലായിരിക്കാം. അപ്പോൾ നമ്മൾ ഫുഡിനെ ബാലൻസ് ചെയ്യുന്നത് നമ്മളെ ജനറ്റിക്സ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബോഡിയും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത ഫോമാണ് ഞാൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് ഓൾ ഇൻ വൺ എന്ന് പറയുന്നതാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വേർഷൻ 2.0. അപ്പോൾ എൻ്റെ അച്ഛന് എന്തൊക്കെയായിരുന്നു ജനറ്റിക്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ബേസ് ചെയ്യണം എൻ്റെ ഫുഡ് പ്ലാൻ ചെയ്യാം. ഞാനിപ്പോൾ കുറേ പ്രോട്ടീൻ തിന്നുകൊണ്ടോ, കുറേ ഈ പറയുന്ന കണക്ക് വൈറ്റമിൻസ് തിന്നുകൊണ്ടോ, മൾട്ടി നത്തിങ്. ഇപ്പോൾ താങ്കൾക്ക് ഹെയറിനായിരിക്കും വിഷയം, താങ്കളുടെ ഹെയർ ഫോളിക്കിൾസിനെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം. ചിലപ്പോൾ താങ്കൾ ജെനറ്റൈൽസ് ആയിരിക്കും, അപ്പോൾ അതിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. എല്ലാത്തിനും ഈ പ്രോട്ടീൻ ഒരു അംശം മാത്രമാണ്. അതെ, പക്ഷേ നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഇൻ ടേംസ് ഓഫ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണം. അത് നമുക്ക് ജനറ്റിക്കലി ഫുഡ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളെ സറൗണ്ടിങ്ങും നമ്മളെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യും. കടല, കപ്പലണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കടലയിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീനും ഈ കോഴിയിൽ നിന്ന്, ഇന്ന് നമ്മൾ കോഴിയിൽ നിന്ന് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രോട്ടീൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നാച്ചുറലി ഇപ്പോൾ പയറ് മുളപ്പിച്ച് കഴിക്കുന്നു അല്ലേ, മുതിര മുളപ്പിച്ച് കഴിക്കുന്നു അല്ലേ. കുതിരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പോഷകാഹാരത്തിൽ എവിടാണ് മട്ടണും ചിക്കനും ബീഫും വരുന്നത്? താങ്കൾക്ക് കുതിര ഓടി തോപ്പിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ അത് രണ്ടും അൾട്ടിമേറ്റ്ലി രണ്ട് അനിമൽ സിസ്റ്റത്തിൽ, അനിമൽ കിങ്ഡത്തിൽ രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആളാണ് വെരി മച്ച്. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഈ ചിക്കനെ തിന്നും ഇതൊന്നും, നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ടത് നമുക്ക് പ്രോട്ടീൻ കിട്ടണം. അത് എവിടുന്ന് കിട്ടണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ബോഡി അതിനെ സേവ് ചെയ്ത് നമുക്കതിനെ പൂർവാധികം ശക്തിയോട് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ താങ്കൾക്ക് ഞാൻ വയറ് നിറയ്ക്കാൻ എന്തും തരാം, പക്ഷെ താങ്കളുടെ ആരോഗ്യ സമ്പന്നതയെ കൂട്ടുന്ന ഒരു മീൽ ഞാൻ തന്നാൽ താങ്കളുടെ എനർജി ലെവൽ വേറെ ഡയമെൻഷനിൽ നിൽക്കും. ഈ മുതിരയും ഈ പറയുന്ന ഗോതമ്പ് മുളപ്പിച്ചതും മുതിര മുളപ്പിച്ചതും അതിലും ബ്ലാക്ക് ഹോസ് ഗ്രാം ഉണ്ട്, വൈറ്റ് ഹോസ് ഗ്രാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല. മനസ്സിലായി? കപ്പലണ്ടിക്കുള്ള ഗുണം വിട്ടിട്ടാണ് അവക്കാഡോയുടെ പിറകെ ഓടുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ ആരോഗ്യ സമ്പന്നതയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് ചുറ്റിനും തന്നെ ഉണ്ട്. കടലയും കപ്പലണ്ടിയൊക്കെ ആയിട്ട് തന്നെ അത് തിരിച്ചറിയണം. ഇപ്പോൾ താങ്കൾ ചൊറിയണം എന്ന് പറയും. താങ്കൾ ചൊറിയണം എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി പൊക്കിയാൽ, ചൂടുവെള്ളത്തിൽ മുക്കി പൊക്കിയാൽ ചൊറിയാനുള്ള കഴിവ് തീർന്നു. പിന്നെ അത് പാലക്കാം. നമ്മളെ മലയാളികളുടെ മുറ്റത്ത് എവിടെ ചൊറിയണോ ഇല്ലാത്ത, ചൊറിയാനുള്ളൊരു സ്വഭാവം അല്ലാണ്ട് എന്നെങ്കിലും ഇത് എടുത്തൊന്ന് കഴിക്കണം എന്ന് ആരെങ്കിലും പരസ്പരം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടോ? പരിപ്പ് കറിക്കകത്ത് അല്പം ചൊറിയണം ചേർത്ത് പാചകം ചെയ്ത് കഴിച്ചാൽ നല്ല പാലക്ക്, ഡാൽ പാലക്ക് കഴിക്കുന്ന കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കഴിക്കുന്നതല്ലേ, എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പം എന്തിനാണ് ഭയങ്കര ഹെൽത്തിയാണ്. നെറ്റൽ ലീവ്സ് എന്നാ പറയുന്നത്.
അപ്പം നമ്മളിപ്പോൾ നെറ്റൽ ലീവ്സ് അല്ലെങ്കിൽ പോറിഡ്ജ് അത് കഞ്ഞി. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചാണ് ബ്രദറിനെ ചോദിക്കുക, ഇപ്പോൾ ഇംഗ്ലീഷ് ഫുഡിനെ പറ്റി പറയുന്നു. ഇപ്പോൾ പൊട്ടേറ്റോ പലരും പറയും ഗ്യാസ് ആണ് അല്ലേ. നമ്മൾ ചിക്കൻ കറി വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ടാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തൊട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ മൊത്തം ഈ പൊട്ടറ്റോ അല്ലാണ്ട് ഏതെങ്കിലും വെജിറ്റബിളിനെ ആഘോഷിക്കുന്ന താങ്കൾ നടക്കുന്നു. അവന് ഉരുളക്കിഴങ്ങില്ലാത്ത ഫുഡില്ല. അത് വേണ്ട, കാരണം ബോഡിയിൽ ഇലക്ട്രിസിറ്റി ആണ്. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങിനകത്ത് കേബിൾ വെച്ചിട്ട് ഈ ക്ലോക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നവന്മാരൊക്കെ കണ്ടിട്ടുണ്ടാകും. ദ വെജിറ്റബിൾ ദാറ്റ് ക്രിയേറ്റ്സ് ഇലക്ട്രിസിറ്റി. അത്രയും ഔഷധ ഗുണമുണ്ട് അതിന്. നമ്മൾ ഈ വലിച്ചു വാരി തിന്നുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ബ്രദറിന് ഒരു അസുഖമുണ്ട്, ഗാർലിക് കഴിക്കാൻ പാടില്ല. ബ്രദർ, എല്ലാം അമിതമായാൽ അമൃതവും വിഷമാണ്. ബ്രദറിന് എപ്പോഴും ഒരു പ്ലേറ്റ് ഉണ്ടാവണം അല്ലേ. Once your plate is defined, your fate is refined. Nice. You got my point? Yes. Everything begins and ends on your plate. അങ്ങനല്ലേ, മുലപ്പാല് മുതൽ വായിക്കരി വരെ. ഞാൻ ഭാരതീയ സംസ്കാരമാണ് പറയുന്നത്. ഈ കേരള ഭക്ഷണശീലത്തെ പറ്റി പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ ഫുഡ് പലപ്പോഴും കുറച്ചുകൂടി കലോറി ഡെൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാർബ്സ് ഡെൻസ് ആണ് നമ്മുടെ ഫുഡ്. പക്ഷേ ചോറ് കുറച്ചായിരിക്കുമല്ലോ ഈ അവിയലും അല്ലെങ്കിൽ തോരനും ഒക്കെ. പക്ഷെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ യൂറോപ്യൻ ഭക്ഷണശൈലിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ചിക്കൻ, അതിൻ്റെ ഒരു ചെസ്റ്റ് പീസ് എടുത്ത് അതിനെ പല രീതിയിൽ കുക്ക് ചെയ്ത് വയ്ക്കുന്നു. അവിടെ സ്മാഷ്ഡ് പൊട്ടറ്റോ വേണോ, അല്ലെങ്കിൽ റൈസ് വേണോ, അല്ലെങ്കിൽ എന്ത് ബ്രെഡാണ് വേണ്ടത്, അത് ഓപ്ഷണലായിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? മലയാളിയുടെ ഭക്ഷണശീലത്തിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ വേൾഡ് കറങ്ങിയതിൽ അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രസക്തി. ആരോഗ്യസമ്പന്നമായ, കാരണം ഇപ്പം ദരിദ്രന്മാരുടെ ഒരു ലോകത്ത് ആണ് ഞാൻ കാണുന്നത് ബാക്കിയുള്ള. കാരണം ഇപ്പം സ്റ്റേക്ക്, ഇപ്പം ഒരു 140 ഡിഗ്രിയിൽ ഗ്രില്ല് ചെയ്ത സ്റ്റേക്ക് വിത്ത് എ പീസ് ഓഫ് മീറ്റ് അല്ലേ, മാഷ്ഡ് പൊട്ടേറ്റോസ് അല്ലേ, പിന്നെ സ്റ്റീംഡ് വെജിറ്റബിൾസ്. മലയാളത്തിൽ പറഞ്ഞ് പുഴുങ്ങിയ വെജിറ്റബിൾസ്, പുഴുങ്ങിയ പച്ചക്കറി, കുഴച്ച ഉരുളക്കിഴങ്ങ്, കുഴച്ചാ തരുന്നത്, ഇടിച്ചെന്ന് പറഞ്ഞാൽ, പിന്നെ ചുട്ട ഇറച്ചി തിന്നു. ദാരിദ്ര്യമാണ്. കൈ കഴുകാൻ പോലും അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർ നാരങ്ങയിട്ട വെള്ളത്തിനകത്ത് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് വിരലിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നത്. ആസനം കഴുകാൻ തലയെഴുത്തില്ലാത്തവന്മാരുടെ രാജ്യങ്ങളാണ്. അത് കണ്ടിട്ട് ഇവിടെ സായിപ്പാവം നടന്നിട്ട് കാര്യമില്ല. അവരുടെ ദാരിദ്ര്യത്തിനെ ലക്ഷറി ആക്കി ചുമക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഐ എം എൻജോയിങ് ദ ഫുഡ്. അവർ ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബർഗറിന് പേര് ഒരു ബണ്ണിനകത്ത് ഒരു ചുട്ട ഇറച്ചി എടുത്ത് വെച്ച് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാനായിട്ടാണ് ഈ മയോണൈസും കെച്ചപ്പും. ഇല്ലേ ഇറങ്ങുമോ? ഞാൻ ബ്രദറിന് തന്നാൽ തിന്നത്. ഈ സാമാനം എല്ലാം ഒഴിച്ചാൽ തൊണ്ടയ്ക്ക് താഴെ പോകും, ഇല്ലേ പോകത്തില്ല. അതേ കണക്കല്ല മലയാളി, അതേ കണക്കല്ല ഭാരതീയ സംസ്കാരം. താങ്കൾ ഈ കേരളം വിട്ടാൽ, താങ്കൾ തമിഴന്മാരുടെ അടുത്ത് ചെന്നാൽ, സർ പൊങ്കൽ എടുക്കണമാ, തൈര് സാധം എടുക്കും സർ. താങ്കൾ നേരെ തെലുങ്കന്മാരുടെ അടുത്ത് ചെന്നാൽ, ആന്ധ്രാക്കാരന്മാരുടെ അടുത്ത് ചെന്നാൽ, രാജസ്ഥാനി എടുത്ത് ചെന്നാൽ, പഞ്ചാബി എടുത്ത് ചെന്നാൽ, അങ്ങനെ 28 സംസ്ഥാനങ്ങളുണ്ട് വിഷ്ണു ഇവിടെ ഈ ഇന്ത്യയിൽ. മലയാളിയുടെ ഫുഡിന് എന്തോ കുഴപ്പം? ആഘോഷിക്കണം, പക്ഷെ വലിച്ചു വാരി തിന്നണമെന്നല്ല പറയുന്നത്. ഇതൊരു തീറ്റ മത്സരമാണ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ ബ്രദർ നേരത്തെ പറഞ്ഞിടക്ക് വൺസ് അപ്പോൺ എ ടൈം യു ഹാഡ് എ മീൽ, നൗ യു ഷുഡ് ഹാവ് എ മീൽ. അല്ലേ? താങ്കൾ ഈ പറയുന്ന അവിയലും സാമ്പാറും എല്ലാം താങ്കളെ മേശപ്പുറത്ത് എനിക്കും കഴിക്കാം, എൻ്റെ വയറിവിടെ കൊണ്ടുവയ്ക്കാം. അത് എങ്ങനെ കഴിക്കണമെന്നുള്ളത് ഒരാളെടുക്കുന്ന കോളാണ്. വെരി മച്ച്. എൻ്റെ നെസസിറ്റിക്ക് അനുസരിച്ച് വേണം ഞാൻ തിന്നെ. താങ്കൾ നേരത്തെ പറഞ്ഞ അനിമൽ കിങ്ഡം, അവരെ കണ്ടെങ്കിലും പഠിക്കടോ. ഒരു മാവിനകത്ത് 100 മാങ്ങ പഴുത്ത് തിന്നാൽ ഒരു വവ്വാൽ ഒരെണ്ണേ കൊത്തു, മാക്സിമം 2. മൊത്തം മാങ്ങയും പറിച്ചുകൊണ്ട് പോകുന്ന ഈ ആനിമൽ കിങ്ഡത്തിൽ ഹ്യൂമൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? സോ വി ആർ ദ ബേസിക് ഫൂൾസ് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മളെ ലൈഫ് സ്പാൻ കുറഞ്ഞു വരിക. നമ്മൾ ഈ പറയുന്നു നമുക്ക് ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന്. കറക്റ്റ് അല്ലേ? എന്നെ സംബന്ധിച്ചോളം വിഷ്ണുവിൻ്റെ അപ്പൂപ്പൻ 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, വിഷ്ണു ഒരു 180 വയസ്സ് വരെ ജീവിക്കണ്ടേ? അപ്പോഴല്ലേ ടെക്നോളജി ഡെവലപ്പായത് അല്ലേ? ആയുസിന്റെ വലിപ്പം കൂട്ടുന്നിടത്താണ് ടെക്നോളജി ഡെവലപ്പ് ആവുന്നത്. അല്ലാണ്ട് ഞാൻ 35 വയസ്സ് വരെ ജീവിച്ചോ അല്ല 40 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് വേൾഡ് അങ്ങ് ഫ്രണ്ടിലോട്ട് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാണാൻ ഞാൻ വേണ്ടേ? ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ, 10 തലമുറയ്ക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഞാനടുത്ത് തിരിച്ചു ചോദിച്ചു,
അത് തിന്നാൻ തലമുറ വേണ്ടേ? അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ ജനറ്റൈൽസ് വർക്ക് ചെയ്യണം. ജനറ്റൈൽസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് വർക്ക് ചെയ്യണം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അന്നം പരബ്രഹ്മം, ഫുഡ് ഇസ് ഗോഡ്. ഈ ഷെഫ് നല്ലൊരു സിഗ്നേച്ചർ രീതിയാണല്ലോ ഭക്ഷണം കുഴച്ച് കൈകൊണ്ട് തന്നെ കുഴച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിന് ഒരു മദർലി അഫെക്ഷനൊക്കെ ആയിട്ടാണ് സാർ ബ്ലെൻഡ് ചെയ്യുന്നത് പലപ്പോഴും. ഈ അടുത്ത് ടിനി ടോം ഇങ്ങനെ ഭക്ഷണം മറ്റൊരാൾ കുഴച്ച ഭക്ഷണം വായി വെച്ച് തരുന്നതിൻ്റെ വൃത്തിഹീനതയെ പറ്റി പറയുന്നൊരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. പലരും ഈ വീഡിയോനെ അസോസിയേറ്റ് ചെയ്യുന്നത് ഷെഫ് നളൻ അദ്ദേഹത്തിന് കുഴച്ചു കൊടുത്തല്ലോ, അപ്പോൾ അദ്ദേഹം നേരിട്ട ദുരനുഭവം ഒക്കെ ആയിട്ടാണ്. ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഈ ഒരു വീഡിയോ. ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയാക്ഷൻസിനെ അങ്ങനെ പ്രതികരിക്കുന്നവരോട് എന്താണ് പ്രതികരണം? കൂടെ ഈ ഭക്ഷണം കുഴച്ച് ഇപ്പോൾ തൻ്റേതല്ലാത്ത കൈകൊണ്ട് കുഴച്ച് കൈ കിട്ടുന്ന ഭക്ഷണം അതിനെ വൃത്തിഹീനതയുടെ ടാഗിലേക്ക് കൊണ്ടുവരുന്നവരോട് എന്താ പ്രതികരിക്കാറുള്ളത്? ഓരോന്നും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വണ്ടിയും വിളിച്ച് വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം ടിനിച്ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത ചങ്കാണ്. ടിനിച്ചേട്ടന് ഞാൻ ഇനിയും വിളിച്ചിരുത്തി വാരി കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഞാൻ അയച്ചു. പുള്ളി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ അടിച്ചതായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചോറ് വെന്തോന്ന് നോക്കാൻ രണ്ടരി ഞെക്കി നോക്കിയാൽ മതി. ടിനിച്ചേട്ടനായിട്ടുള്ള എൻ്റെ ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. ടിനിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം വെച്ച് വാരി കൊടുത്തവനെ. അപ്പം ടിനിച്ചേട്ടൻ ഒരു എന്താ പറയുക, ഒരു പ്രാസത്തിൻ്റെ പേരിലൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അമ്പിളിയമ്മാനെ നോക്കി കുറയ്ക്കുന്ന പട്ടിയെ ഞാൻ കല്ലെറിയാൻ പോയിട്ട് കാര്യമുണ്ടോ? അമ്പിളിയമ്മാൻ്റെ പണിയെടുത്ത് പോയിക്കൊണ്ടിരിക്കും. പട്ടി എന്തിനാ കുറച്ചെന്ന് അമ്പിളിയമ്മാൻ അന്വേഷിക്കാറുണ്ടോ? ഞാൻ അന്വേഷിക്കാറില്ല. ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പല സജഷൻസും കമൻസും അത് അവരുടെ ടൈമാണ്. അവർക്ക് പറയാനുള്ള അധികാരം ഉണ്ടായിരിക്കാം, അവരുടെ സ്പേസ് ആയിരിക്കാം. പക്ഷെ എനിക്കതിന് ടൈമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ദിവസം ടിനിച്ചേട്ടനെ വിളിച്ചിരുന്നു. എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു. കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പുള്ളിയുടെ പ്രോഗ്രാംസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പക്രു ചേട്ടനെ പുള്ളിയാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നെ. പക്രു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു കുക്കിംഗ് വീഡിയോ വേണമെന്ന്. പിന്നെ വാരി കൊടുക്കുന്നതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു മീലിൻ്റെ ടോട്ടൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലവാണ്. ഇപ്പോൾ വിഷ്ണുവിനെ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. വിഷ്ണു എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരണം, ഞാൻ വരുത്തരാം. വിഷ്ണുവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിഷ്ണു അവിടെ ഇരുന്ന് ലൈവ് പോകണം. അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. നമ്മൾ അപ്പം തീർക്കണം, അല്ല പിന്നെ പോയിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എത്രയോ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, എൻ്റെ അനിയന്മാർ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ ചങ്കുകളെന്ന് പറയാം, ഞാൻ വാരി കൊടുത്ത് കണ്ണ് നിറയുന്നത്. അതായത് എൻ്റെ അച്ഛൻ വാരി തന്നതിന് ശേഷം മരിച്ചുപോയ അച്ഛന്മാർ, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ വിഷ്ണുവിന് വാരി തരുന്ന ഒരു കൂടപ്പിറപ്പിനെ കണക്ക് അല്ലാണ്ട് ഞാൻ എൻ്റെ പട്ടിഷോ കാണിക്കാനല്ല. ഞാനപ്പോൾ താങ്കളെ അമ്മയെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ വരുത്തരുന്നത്. പറയുന്ന മനസ്സിലായില്ലേ? ഞാൻ താങ്കളെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കാനാണ്. അതല്ലാണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് ഞാനെങ്ങും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വാരി കൊടുക്കുന്ന ഒരു ഫോട്ടോയും ഞാൻ കുക്ക് ചെയ്തിട്ട് ഇത് പൊളിയാന്ന് പറയുന്നതോ എന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോയും ഒരു കുക്കറി ഷോയും ഷെഫ് നളൻ ചെയ്തിട്ടില്ല. ഇനി ബ്രദർ ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കണം. വെരി മച്ച്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഹൃദയത്തിൽ നിന്ന് പറയണം. ഇപ്പം ഷെഫ് നളൻ്റെ ഒരു ജീവിതരേഖ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ അളവിൽ ചിലവാക്കേണ്ടി വന്നത് ഒരു ബോർഡിങ്ങിലാണ്. ഒട്ടും ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു ബോർഡിങ്. അവിടെ നല്ല ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ച ഒരാളുണ്ട്, ചോറിൽ ഉപ്പിട്ട് കഴിക്കേണ്ടി വന്ന ഗതികേടുണ്ട്, അങ്ങനെ ഒരുപാട് വശങ്ങളുണ്ടല്ലോ. പക്ഷേ ഇവിടെയൊക്കെ ഒരു കുട്ടിയെ പലപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് ആ കുട്ടിയുടെ അമ്മയാണ്. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ അമ്മയോടൊരു വിദ്വേഷം, ഒരു പ്രതികാര ബുദ്ധി തോന്നിയിട്ടുണ്ടോ? നമുക്ക് ജപ്പാനിൽ നോക്കിയാൽ ജപ്പാനിൽ നോക്കിയാൽ നമ്മൾ മത്സരിക്കുന്നത് ഇപ്പോൾ ഒരു ഷൂ കടയുടെ സമരം എന്ന് പറയുന്നത് ഒരു ഷൂ മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, മണി മുടക്കത്തിൽ ലെഫ്റ്റ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മയായിട്ട് വിഷ്ണു ഞാൻ 10 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. 10 years in my life. അപ്പം അമ്മയുടെ സ്നേഹം ആഘോഷിക്കാനും ആസ്വദിക്കാനും പറ്റാതെ പോയതിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ യു ക്യാൻ കോൾ ഇറ്റ് എ റിവെഞ്ച് ഓർ വാട്ട് എവർ ഇറ്റ്. അപ്പം എൻ്റെ അമ്മയുടെ 47ാമത്തെ വയസ്സ് മരിച്ചുപോയി. ഞാൻ ഗീതയമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ച് തിരിച്ചു വന്നതിന് ശേഷം വേണം നിങ്ങൾ ജന്മമെടുക്കാൻ. കാരണം ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് എ ബർത്ത് അഗെയിൻ ആസ് യുവർ സൺ. അപ്പം എൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യണം, എൻ്റെ അമ്മ ലോങ് ചെയ്യണം. അത് എൻ്റെ ടൈപ്പ് ഓഫ് ഒരു സ്വീറ്റ്നെസ് ആയിട്ട് വിഷ്ണു കണ്ടാൽ മതി. അതല്ലാണ്ട് ഒക്കെ തിരുത്തി പാട്ടും പാടി സ്കൂളിലും കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്ന ഒരമ്മയുടെ മോനൊന്നുമല്ല ഞാൻ. എനിക്കതിനകത്ത്
വിഷമമൊന്നുമില്ല. ഇപ്പം സ്വാഭാവികമായും ചെറുപ്പകാലങ്ങൾ വളരെ മോശമാകുമ്പോൾ എല്ലാവരും ക്രിമിനലാവുക, ഡ്രഗ് അഡിക്റ്റ് ആവുക. അപ്പം ഞാനങ്ങനെ ആളല്ല. അപ്പോൾ അങ്ങനെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല എന്നും പറഞ്ഞ് അതൊരു കാരണമാക്കി പോകുന്ന ആൾക്കാർക്ക് ഞാനൊരു ലിവിങ് എക്സാമ്പിൾ കൂടെ ആവട്ടെ. നമ്പർ 1. നമ്പർ 2, ഗീതയമ്മയെ ദൈവം പെട്ടെന്ന് തട്ടിപ്പറിച്ചവൻ. അതുകൊണ്ട് ഇന്നെനിക്ക് ഏകദേശം 3.5 ലക്ഷം ഫോളോവേഴ്സിന് അടുപ്പിച്ചുണ്ട്, മില്യൺ വ്യൂസും ഉണ്ട്. എൻ്റെ ബ്ലെസ്സിങ് എന്താ അറിയോ വിഷ്ണു, ഇന്ന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്. എനിക്ക് എടുത്തു പറയാം. ഇപ്പോൾ RG എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ അമ്മയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. RG ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഗ്രൂപ്പിൻ്റെ ഓണറാണ് അംബിക രമേശ് എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല വിഷ്ണു. എന്നെ വിളിച്ചിട്ട് 10-15 മിനിറ്റ് സംസാരിക്കും. അവരുടെ മകനാണെന്നാണ് പറയുന്നത്. അങ്ങനെ എന്നെ കോഴിക്കോടോട്ട് വിളിച്ചു ഒരു ദിവസം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. വിഷ്ണു എന്ന് പറയുന്നൊരു മകൻ അവർക്ക് ഓൾറെഡി ഉണ്ട്. സുഹാസ് നമ്പ്യാർ എന്നൊരു അമ്മ, ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഔട്ട് ഓഫ് ദ ബ്ലൂ വിളിക്കുന്നു. എന്നെ കാണാൻ മോള് സ്പെയിനിൽ നിന്ന് വന്നപ്പം വണ്ടിയും വിളിച്ച് മോളെയും കൂട്ടി ഫുഡ് കഴിക്കാൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ മകനാണെന്നാണ് പറയുന്നത്. ഗീതാ പിള്ളൈ, അങ്ങനെ എത്ര സഹോദരിമാർ. ഈ 3.5 ലക്ഷത്തിൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്ന, എൻ്റെ കൂടെ ഉള്ളവർ ഉൾപ്പെടെ ഞാൻ സമ്പാദിച്ചിരിക്കുന്ന മൊത്തം സ്നേഹവും ഈ വീട്ടമ്മമാരുടെയാണ്. ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു ഇൻ്റർവ്യൂവിൽ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മിനിമം 2000 അമ്മമാരെങ്കിലും കറി. അത്രയും സ്നേഹം ഞാൻ പിടിച്ചു പറ്റി എന്നുള്ളത് എൻ്റെ ഒരു റിവെഞ്ചായിട്ട് എടുത്തോ. ഉറപ്പിച്ചു പറയാം, അപ്പോൾ ഒരു തരിമ്പ് പോലും ഇല്ല അമ്മയോട് ദേഷ്യം. എനിക്കെന്തിനാ ദേഷ്യം? ദൈവം തന്നൊരു സൃഷ്ടി. പക്ഷേ എൻ്റെ അമ്മയാണ് എൻ്റെ ക്വീൻ. എൻ്റെ അമ്മയാണ് ഇന്നും എൻ്റെ ക്വീൻ. ഇന്ന് ഗീതയമ്മയുടെ പേരിലാണ് എൻ്റെ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നത്. ഗീതയമ്മ അറിഞ്ഞുകൂടാത്ത അമ്മ മരിച്ചിട്ട് 22 വർഷമായി. ഈ 22 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഈ സമൂഹത്തിൽ എവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇന്നും താങ്കൾ സംസാരിച്ച എൻ്റെ അമ്മയെ പറ്റിയാണ്, എൻ്റെ അച്ഛനെ പറ്റിയില്ല. എന്നെ ഞാനാക്കിയത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയല്ല. എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഡെവലപ്മെൻറ്റ്. എന്നെ സ്കൂളിൽ നിന്ന് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് TC വാങ്ങിച്ചില്ലെങ്കിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഇൻഫൻറ്റ് ജീസസ് സ്കൂൾ തങ്കശ്ശേരി എന്നാണ് എൻ്റെ അച്ഛൻ കൊണ്ടുപോകുന്നത്. ആ വിജയൻ എന്ന് പറയുന്ന ആളാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. എൻ്റെ ക്വാളിറ്റി, എൻ്റെ ലാംഗ്വേജ് എല്ലാം ഇംപ്രൊവൈസ് ചെയ്ത് ആ അച്ഛനെ ഞാൻ ഹൃദയത്തിലും ഞാൻ എൻ്റെ അമ്മയെ വാക്കുകളിലുമാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നിങ്ങൾ എൻ്റെ ഒരു ഇതിലും കാണത്തില്ല. ഒരുപക്ഷെ കണ്ണാടി, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ കണ്ണാടി നോക്കിയാൽ എനിക്ക് എൻ്റെ അച്ഛനെ കാണാം. ഡിറ്റോ കോപ്പിയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പാരൻസിനെ കുറച്ചുകൂടി ഇന്നത്തെ അവസ്ഥ ഒരു 10-15 വർഷം മുമ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ കുറേ കൂടിയൊക്കെ റിഗ്രറ്റ് അല്ല, എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. എനിക്ക് അന്ന് അവസ്ഥയില്ലല്ലോ, ഒരവസരം ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നോ എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. എൻ്റെ അച്ഛൻ്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഞാൻ എന്നും. എൻ്റെ അച്ഛനാണ് എന്നെ ഗ്രൂം ചെയ്തത്. ഞാൻ ഒരു ബേസിക്കലി ഈ പറഞ്ഞ കണക്ക് ഒന്നിനും കൊള്ളാത്തൊരുത്തനാണ്. എൻ്റെ അച്ഛനാണ് എന്നെ ഗ്രൂം ചെയ്തതും ഡെവലപ്പ് ചെയ്തതും, എന്നെ പ്രോഗ്രാംസിന് കൊണ്ടുപോയത്, എന്നെ സ്പോർട്സിന് കൊണ്ടുപോയതും ഡെവലപ്പ് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഉറക്കം ഒഴിഞ്ഞിരുന്നു. പാവപ്പെട്ടവൻ രാവിലെ 5:30 മണിക്ക് ജോലിക്ക് പോകണം. ഞാൻ എന്നെ പഠിപ്പിച്ച് പരീക്ഷയാണ്. വെളുപ്പാങ്കാലത്ത് 5 മണി വരെ ആ തന്ത വെളുപ്പാങ്കാലത്ത് 5 മണി ഉറക്കം ഒഴിഞ്ഞിരുന്ന് ഉറങ്ങിപ്പോകുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്ന് വായിൽ വയ്ക്കും. സാധാരണ അടിയായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നത് ഞെട്ടി എനിക്ക്. അപ്പം എൻ്റെ അച്ഛനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനോട് അടിക്കുന്ന ഡയലോഗ് ഇതിപ്പോൾ അവൻ കാണുമല്ലോ, എടാ എൻ്റെ തന്തയുടെ അത്രയും ഞാൻ വന്നിട്ടില്ല നിന്നെ നോക്കുന്ന കാര്യത്തിലൊന്നും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോംപ്ലക്സ്. കാരണം വിജയൻ എന്നും ടോപ്പാണ്. അതും കൊപ്ര കച്ചവടക്കാരൻ്റെ മോൻ്റെ കാര്യമാണ്. ഗീതയമ്മ ഒന്നുമില്ലെങ്കിലും വന്ന് വൈദ്യര് കുടുംബത്തിൽ നിന്നാണ്. ഗീതയമ്മ വന്നത് 10-100 വർഷം പാരമ്പര്യമുള്ള ഒരു വൈദ്യര് കുടുംബത്തിൽ നിന്ന്. ഗീതയമ്മയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഗീതയമ്മ ഒരു റോയൽ ലേഡിയാണ്. പിന്നെ ഗീതയമ്മയ്ക്ക് ഒരു പണ്ടത്തെ ലേഡിയാണ്. അപ്പോൾ ഹസ്ബൻഡാണ് എല്ലാം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ മക്കൾ. ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ അമ്മമാർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.